അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 7 ചൊവ്വാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 93 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 7:30 അഹമ്മദാബാദിലെ നിഷാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, ജ്യോതിരാദിത്യ സിന്ധ്യ, നാരായൺ റാണെ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ദിഗ്വിജയ് സിംഗ് എന്നിവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ഇന്ത്യ വികസിത രാജ്യമാകാതിരിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിലെ ജനങ്ങൾ ഇത് ചെറുത്തു തോൽപ്പിക്കുമെന്നും മോദി പറഞ്ഞു. വോട്ട് ബാങ്കായി വയ്ക്കാനുള്ള ശ്രമത്തെ മുസ്ലിങ്ങൾ നേരിടണമെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും മോദി പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾ പോലും മാറുന്നത് മുസ്ലിങ്ങൾ കാണണം. ഏകാധിപത്യ നീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസാണെന്നും മോദി കുറ്റപ്പെടുത്തി. അഹമ്മദാബാദിലെ നിഷാൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. എല്ലാവരും വോട്ടെടുപ്പിൽ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഭരണഘടന സംരക്ഷിക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ജനാധിപത്യ അവകാശം വിനിയോഗിക്കണം, അത് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ മാത്രമല്ലെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾ സുരക്ഷിതമാക്കണോ അതോ നമ്മുടെ മഹത്തായ രാഷ്ട്രം സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുന്നത് സാക്ഷ്യം വഹിക്കണോ എന്ന് തീരുമാനിക്കുന്നതിന് കൂടിയാണെന്നും ഖാർഗെ പറഞ്ഞു. സംഘടനകൾ സമരം തുടരുന്നതിനാൽ സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങാനായില്ല. CITU ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയത്. ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെയാണ് INTUCയും സ്വതന്ത്ര സംഘടനകളും സമരം തുടരുന്നത്. പ്രശ്നം രൂക്ഷമായി തുടരുമ്പോൾ ഗതാഗത മന്ത്രി വിദേശത്തുമാണ്. തുടർച്ചയായി 4ാം ദിനമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ CITUവിനെതിരെ INTUC വിമർശനം ഉന്നയിച്ചു. ഒരുമിച്ച് സമരം നടത്തേണ്ടവർ സർക്കാരിനൊപ്പം നിൽക്കുകയാണ്. CITUവിനെ മാത്രം സർക്കാർ എങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് ചോദിച്ചു. സമരത്തിൽ CITUവിന്റേത് ഇരട്ട നിലപാടാണെന്നാണ് INTUCയുടെ വിമർശനം. വേനലിൽ ജനം വലയുമ്പോൾ പിണറായി വിജയൻ ബീച്ച് ടൂറിസം ആഘോഷിക്കാൻ പോയിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സ്വകാര്യ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് യാത്രയുടെ സ്പോൺസർ ആരാണ്, സ്പോൺസറുടെ വരുമാന സ്രോതസ് എന്താണ്, മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ചുമതല ആർക്കാണ് കൈമാറിയിരിക്കുന്നത് എന്നീ 3 ചോദ്യങ്ങൾക്ക് CPM മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെയാണ് മുഖ്യമന്ത്രി കുടുംബവുമായി യാത്ര പോയിരിക്കുന്നതെന്ന് കെ സുധാകരൻ വിമർശിച്ചു. സ്പോൺസർഷിപ്പാണോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി വിദേശത്ത് പോയപ്പോൾ സംസ്ഥാനത്തിന്റെ ചാർജ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇടതുപക്ഷത്തിന് ആകെയുള്ള മുഖ്യമന്ത്രിയല്ലേ ഇത്? മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് പോകേണ്ടേ? എന്ത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്നും സുധാകരൻ ചോദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയുടെ സ്പോൺസർ ആരാണെന്ന് മാധ്യമങ്ങൾ അറിയേണ്ടതില്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. വിദേശയാത്രയുടെ കാര്യം പാർട്ടി അറിഞ്ഞിരുന്നുവെന്നും മാധ്യമങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ കഴിവുകേടാണെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഔദ്യോഗിക ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്ന പതിവില്ലെന്നും ആരൊക്കെ ഏതിടങ്ങളിൽ പ്രചാരണത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കെ സുധാകരൻ KPCC പ്രസിഡന്റായി നാളെ ചുമതലയേൽക്കും. വിവാദം അവസാനിപ്പിക്കാൻ AICC ഇടപെടുകയായിരുന്നു.
പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഒരു തന്ത്രവും മെനയുന്നില്ലെന്നും തനിക്ക് ആരോടും ഒരു പരാതിയുമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. കൂടാതെ കെപിസിസി പ്രസിഡന്റ് സ്ഥാനം തനിക്ക് തരേണ്ട കാര്യമില്ലെന്നും പോയി ഒപ്പിട്ടെടുക്കാവുന്നതേയുള്ളൂവെന്നും കെ സുധാകരൻ ഇന്ന് പ്രതികരിച്ചിരുന്നു. മാസപ്പടി ആരോപണത്തിൽ അന്വേഷണമില്ലെന്ന വിജിലൻസ് കോടതി വിധി കുഴൽനാടന്റെയും പ്രതിപക്ഷത്തിന്റെയും നുണപ്രചാരണത്തിനേറ്റ തിരിച്ചടിയാണെന്ന് ഇ.പി. ജയരാജൻ. കുഴൽനാടന് വിവരമുണ്ടെന്നായിരുന്നു കരുതിയത്. എന്നാൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി തെളിവിന്റെ കണിക പോലും ഹാജരാക്കാൻ മാത്യുവിനായില്ലെന്നും ജയരാജൻ പറഞ്ഞു. വി ഡി സതീശനേക്കാൾ വലിയവനാകാൻ ശ്രമിച്ചു. കവലപ്രസംഗം കോടതിയിൽ തെളിവാകില്ല. ഒരു കടലാസു പോലും കോടതിയിൽ കൊടുക്കാനുണ്ടായില്ല. ശല്യക്കാരനായ വ്യവഹാരിയായി കുഴൽനാടനെന്നും ജയരാജൻ പറഞ്ഞു. മാസപ്പടി കേസിലെ വിജിലൻസ് കോടതി വിധി തിരിച്ചടിയെന്ന് സമ്മതിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ. വിധി നിരാശാജനകമാണെന്നും എന്നാൽ കോടതി നിരീക്ഷണങ്ങളോട് വിയോജിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മവിശ്വാസത്തിന് കുറവില്ലെന്നും അപ്പീൽ നൽകുമെന്നും കുഴൽനാടൻ പറഞ്ഞു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെയും സച്ചിൻ ദേവ് എംഎൽഎയുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കോടതി നിർദ്ദേശം നൽകിയതോടെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പോലീസ് കേസെടുക്കാതിരുന്നതോടെ യദു തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. എംഎൽഎ ബസിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് തീരുമാനം. കോഴിക്കോട് വെസ്റ്റ് നൈൽ പനി ജാഗ്രത. കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ക്യൂലെക്സ് കൊതുക് വഴി പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നുച്ചയ്ക്ക് ശേഷം ആരോഗ്യവകുപ്പ് യോഗം ചേരും. 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കോഴിക്കോട്, മലപ്പുറം ജില്ലക്കാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 5 പേർ രോഗമുക്തരായി. മരിച്ച 2 പേരുടെ സാമ്പിൾ ഫലം വന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് ഐസിയു പീഡനക്കേസിൽ മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ പ്രീതിക്കെതിരെ അതിജീവിതം നൽകിയ പരാതിയിൽ പുനരന്വേഷണത്തിന് ഉത്തരവിറങ്ങി. ഉത്തരമേഖല ഐജി കെ സേതുരാമൻ നാർക്കോട്ടിക് സെൽ എസിപി ടി പി ജേക്കബിനോട് അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവ് നൽകിയത്. പാലക്കാട് കഞ്ചിക്കോടിൽ ട്രെയിനിടിച്ച് കാട്ടാന ചരിഞ്ഞതിൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുത്ത് വനംവകുപ്പ്. 1 മാസത്തിനിടെ 2 ആനകൾ ട്രെയിനിടിച്ച് ചത്തത് ഗൌരവമുള്ളതാണെന്നും വേഗപരിധി പാലിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും പാലക്കാട് ഡിഎഫ്ഒ അറിയിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. അന്വേഷണ ഏജൻസികൾ 2018നും 2020നും ഇടയിൽ പിടിച്ചെടുത്ത 5 ലക്ഷം കോടി വില വരുന്ന 70,772.48 കിലോ ഹെറോയിൻ രേഖകളിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് കാണിച്ച് മാധ്യമപ്രവർത്തകനായ BR അരവിന്ദാക്ഷൻ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഹർജിയിൽ കേന്ദ്രത്തിന്റെ നിലപാട് തേടി ദില്ലി ഹൈക്കോടതി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു. സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് ഇന്ന് നടക്കാനിരുന്ന ബോയിംഗ് സ്റ്റാർലൈനർ വിക്ഷേപണം മാറ്റിവെച്ചു. റോക്കറ്റിലെ ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയത്. വിക്ഷേപണത്തിന് 2 മണിക്കൂർ മുൻപാണ് തകരാർ കണ്ടെത്തിയത്. യാത്രികരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും വിക്ഷേപണത്തിനായി പേടകത്തിൽ പ്രവേശിച്ചിരുന്നു. വിക്ഷേപണം മാറ്റിവെച്ചതോടെ ഇവരെ പേടകത്തിൽ നിന്ന് തിരിച്ചിറക്കി. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ ലൈംഗിക അതിക്രമ പരാതിക്ക് പിന്നാലെ രാജ്ഭവനിലെ കൂടുതൽ ജീവനക്കാർക്കെതിരെ യുവതി പരാതി നൽകി. ഗവർണറുടെ OSC, പ്യൂൺ, പാൻട്രി ജീവനക്കാരൻ എന്നിവർക്കെതിരെയാണ് പരാതി. ഗവർണർക്കെതിരെ പരാതി കൊടുക്കരുതെന്ന് ഇവർ ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതി ആരോപിക്കുന്നത്. പ്രജ്വൽ രേവണ്ണയെ തേടി കർണാടക പോലീസ് ജർമ്മനിയിലേക്ക് തിരിക്കുമെന്ന് സൂചന. പ്രജ്വൽ കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ഇന്റർപോളിന്റെ സഹായത്തോടെ ജർമ്മനിയിലെത്തി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കർണാടക പോലീസ് തേടിയെന്നാണ് റിപ്പോർട്ട്. പ്രജ്വൽ നാട്ടിലെത്തുകയാണെങ്കിൽ ഉടനടി അറസ്റ്റ് ചെയ്യുമെന്നും അല്ലെങ്കിൽ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് ഇന്റർപോളിന്റെ സഹായത്തോടെ 8 അംഗ അന്വേഷണ സംഘം വിദേശത്തേക്ക് പോയേക്കുമെന്നുമാണ് സൂചന. നടൻ സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിയുതിർത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. രാജസ്ഥാൻ സ്വദേശി മുഹമ്മദ് ചൌധരിയെയാണ് മുംബൈ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ആക്രമണം നടത്തിയ പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയത് മുഹമ്മദ് ചൌധരി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പ്രതിയെ മുംബൈയിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കും.
ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.